Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Tuesday Night Club by Agatha Christie. Reading fiction, FIUGP, B English Language and Literature, second semester, Calicut University. Agatha Christie was a British author known for her 66 detective novels and 14 short story collections. She wrote the world's longest running play, The Murder Mystery, The Mousetrap. അഗാഥ ക്രിസ്റ്റി ഒരു ബ്രിട്ടീഷ് ഓഥറാണ്. അവർ ഡിറ്റക്റ്റീവ് നോവൽസിലാണ് അറിയപ്പെടുന്നത്. 66 ഡിറ്റക്റ്റീവ് നോവൽസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ 14 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ഉണ്ട്. ലോകത്തിലെ തന്നെ ലോങ്ങസ്റ്റ് റണ്ണിങ് പ്ലേ ആയിട്ടുള്ള ഒരു മർഡർ മിസ്റ്ററി ദ മൗസ് ട്രാപ്പ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് അഗാഥ ക്രിസ്റ്റിയാണ്. ക്രിസ്റ്റി ഹാസ് ബീൻ കോൾഡ് ദി ക്യൂൻ ഓഫ് ക്രൈം എന്നുള്ളതാണ് അഗാഥ ക്രിസ്റ്റി അറിയപ്പെടുന്നത്. അവരങ്ങനെയാണ് വിളിക്കുന്നത്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആണ്. വാട്ട് ഈസ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ? ഇറ്റ്സ് എ സബ് ജാനർ ഓഫ് crime fiction in which an investigator investigate a crime of a murder. Detective fiction എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്രൈം ഫിക്ഷനാണ്. ക്രൈം ഫിക്ഷനിൽ പെട്ടിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അതിൽ കൂടുതൽ ആയിട്ട് ഒരു മർഡർ സംബന്ധിച്ച് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. ഷെർലോക്ക് ഹോംസ് ഈസ് ആൻ ഇംഗ്ലീഷ് ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് ക്രിയേറ്റഡ് ബൈ സർ ആദർ കൊണാൻ ഡോyle. അപ്പോൾ ഇംഗ്ലീഷ് ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് ആണ് ഷെർലോക്ക് ഹോംസ്. ഇത് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സർ ആദർ കോണൻ ഡോയിലെയാണ്. ദെൻ ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ് ഇസ് എ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ റോയൽ മാഗസിൻ ഇൻ ഡിസംബർ 1927 ആദ്യമായിട്ട് ദ റോയൽ മാഗസിൻ ാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ ബെസ്റ്റ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഓഫ് ദ ഇയർ 1928, ദ സ്റ്റോറി വാസ് ദെൻ യൂസ്ഡ് ആസ് എ ഫസ്റ്റ് സ്റ്റോറി ഇൻ ദ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ദ 13 പ്രോബ്ലംസ്. അതായത് പിന്നീട് 1927 പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനായിട്ടുള്ള ദ 13 പ്രോബ്ലംസിൽ 1928 ഇത് ഇൻക്ലൂഡഡ് ആണ്. അതിലെ ഫസ്റ്റ് സ്റ്റോറിയാണ് ഈ ഒരു 13 പ്രോബ്ലംസ് ഫസ്റ്റ് സ്റ്റോറിയാണ് ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ് എന്ന് പറയുന്നത്. ദെൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. മിസ് ജെയിൻ മാർപ്പിൾ, നോൺ ആസ് മിസ് മാർപ്പിൾ. അപ്പോൾ ഇതിൽ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് മിസ് ജെയിൻ മാർപ്പിളാണ്. അവർ അറിയപ്പെടുന്നത് മിസ് മാർപ്പിൾ എന്നുള്ള രീതിയിലാണ്. അഗാഥ ക്രിസ്റ്റിയുടെ ഒരു എല്ലാ സ്റ്റോറീസിലുള്ള ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു മിസ് മാർപ്പിൾ എന്ന് പറയുന്നത്. അപ്പിയേഴ്സ് ഇൻ 12 ഓഫ് അഗാഥ ക്രിസ്റ്റീസ് ക്രൈം നോവൽസ് ആൻഡ് 24 ഷോർട്ട് സ്റ്റോറീസ്. അഗാഥ ക്രിസ്റ്റീൻ്റെ 12 ക്രൈം ഫിക്ഷനിൽ ഈ ഒരു മിസ് മാർപ്പിൾ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 24 ഷോർട്ട് സ്റ്റോറീസിൽ ഈ ഒരു മിസ് മാർപ്പിൾ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ റൈമൺ വെസ്റ്റ്, മിസ് മാർപ്പിൾസ് നെഫ്യൂ റൈറ്റർ. ഈ റൈമൺ വെസ്റ്റ് ഒരു റൈറ്ററാണ്, ഒരു എഴുത്തുകാരനാണ്. അതുപോലെ മിസ് മാർപ്പിളിൻ്റെ നെഫ്യൂ ആണ്. ദെൻ സർ ഹെൻറി ക്ലിതറിങ്, ഹെർ ഫ്രണ്ട്, മിസ് മാർപ്പിളിൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ ഒരു ഫോമർ കമ്മീഷണറാണ്. ദെൻ ജോയ്സ് ലാംബിയർ, ഒരു ആർട്ടിസ്റ്റാണ്. ദെൻ ഡോക്ടർ സ്പെൻഡർ, എ ക്ലർജിമാൻ, മിസ്റ്റർ പെതറിക്, എ സോളിസൈറ്റർ. ഓക്കെ, ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഒരു സ്റ്റോറി ട്യൂസ്ഡേ നൈറ്റ് ക്ലബിലുള്ളത്. ദെൻ സമ്മറി ഓഫ് ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്. The story revolves around a group of friends who form a club known as the Tuesday Night Club, where they meet every Tuesday evening to discuss and solve real-life mysteries. അപ്പോൾ ഈ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനാണ്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മർഡർ നടന്നിട്ടുണ്ടാകും. അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റ് ഓഫീസർ, അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു മർഡർ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നോവലാണ് ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ കഴിയും. ഒരു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അവിടെ അവർ എല്ലാ ട്യൂസ്ഡേസിലും അവർ മീറ്റ് ചെയ്യും ആ ഒരു ക്ലബ്ബിൽ. എന്നിട്ട് അവർ റിയൽ ലൈഫ് മിസ്റ്ററീസ്, അതായത് നമ്മളുടെ ജീവിത യാഥാർത്ഥ്യം, അതായത് റിയൽ ലൈഫിൽ നടന്നിട്ടില്ല, അതായത് നമ്മളെ ചുറ്റുപാടും നടക്കുന്ന ക്രൈം സ്റ്റോറീസ്, ഒരുപാട് സ്റ്റോറീസ്
അന്വേഷിച്ച് കണ്ടെത്താത്ത ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും, ഒരുപാട് ചുരുളഴിയാത്ത ഒരുപാട് കഥകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ചുരുളഴിക്കുക, അല്ലെങ്കിൽ അതൊക്കെ അതിനെക്കുറിച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. ഇവർ അതാണ് ഈ ഒരു ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബിൽ ഡിസ്കസ് ചെയ്യുന്നത്. The story begins with the introduction of the club's members, including the narrator, Miss Marple, a keen observer of human nature, and other friends, including a doctor, a lawyer, and a clergyman. അപ്പോൾ ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ക്ലബിലെ മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ നമ്മളെ നാരേറ്റർ എന്ന് പറയുന്നത് മിസ് മാർപ്പിളാണ്. മിസ് മാർപ്പിളിനൊരു സവിശേഷത ഉണ്ട്, കീൻ ഒബ്സർവർ ഓഫ് ഹ്യൂമൻ നേച്ചർ, അതായത് മനുഷ്യന്മാരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, അതായത് നിരീക്ഷിക്കുന്ന ഒരാളാണ് മിസ് മാർപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക കഴിവ് മിസ് മാർപ്പിളിനുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞ മറ്റുള്ള ക്യാരക്ടേഴ്സ്, അതായത് ഡോക്ടറുണ്ട്, ലോയറുണ്ട്, ക്ലർജിമാൻ ഉണ്ട്, ഒരു കമ്മീഷണറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ. ദി ക്ലബ്സ് ഒബ്ജക്റ്റീവ് is to discuss and analyze real life mysteries using their collective knowledge and expertise to unravel the truth. അപ്പോൾ ഈ ഒരു ട്യൂസ്ഡേ നൈറ്റ് ക്ലബിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ റിയൽ ലൈഫ് മിസ്റ്ററീസ്, അതായത് ചുരുളഴിയാത്ത ഒരുപാട് കൊലപാതക കഥകളുണ്ടാകും, അതിനെ ചുരുളഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ഒരു ക്ലബിനുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു കളക്റ്റീവ് നോളജ് വെച്ചിട്ട്, ഒരു ഡോക്ടറുണ്ട്, ലോയറുണ്ട്, ഒരു കമ്മീഷണറുണ്ട്, അപ്പോൾ അവരുടെ ആ ഒരു കളക്റ്റീവ് നോളജ് വെച്ചിട്ട്, അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് ഇതിൻ്റെ ട്രൂത്ത് അൺട്രാവൽ ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ സത്യം പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇവരുടെ ലക്ഷ്യം. ഇത് കോൺവെർസേഷൻ ടേൺസ് ടു അൺസോൾവ്ഡ് മിസ്റ്ററീസ്. അപ്പോൾ അവരുടെ കോൺവെർസേഷൻ സോൾവ് ചെയ്യാത്ത, അതായത് കണ്ടുപിടിക്കാത്ത ഒരുപാട് കൊലപാതകങ്ങളുടെ സത്യം ചുരുളഴിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനത്തെ കോൺവെർസേഷൻസ് ആണ് അവരുടെ ഒരു ക്ലബ്ബിൽ നടത്തുന്നത്. റെയ്മണ്ട്, ജോയ്സ്, സ്പെൻജർ ആൻഡ് പെതറിക് all claim that their professions are ideal for solving crimes. അപ്പോൾ അവർക്കിടയിൽ തന്നെ അവർ ഇത്രയും പേര് പറയുന്നുണ്ട്, അവരവകാശപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ പ്രൊഫഷനൊക്കെ ഈ ഒരു റിയൽ ലൈഫ് മിസ്റ്ററീസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, ഈ ക്രൈംസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫഷൻസാണ് ഞങ്ങൾ, അപ്പം ഞങ്ങളായിരിക്കും അതിൽ കൂടുതൽ എക്സ്പെർട്ടൈസ് എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. സർ ഹെൻറി ടെൽസ് ദ ഫസ്റ്റ് സ്റ്റോറി ഓഫ് 3 people who sat down to a supper after which all of them fell ill, supposedly of food poisoning, and one died as a result. അപ്പോൾ സർ ഹെൻറിയാണ് ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. 3 people ഉണ്ടായിരുന്നു, അതായത് 3 പേര് സപ്പർ കഴിക്കുകയാണ്. അതിനുശേഷം അവർ 3 പേർക്കും പെട്ടെന്ന് അവർ അസുഖബാധിതരാവുകയാണ്. ഒരു ഫുഡ് പോയ്സനാണ് എന്നാണ് ഡോക്ടർ അതിനെ വിലയിരുത്തിയത്. അങ്ങനെ അതിലുള്ള ഒരാൾ മരിക്കുന്നുണ്ട് അതിൻ്റെ ആസ് എ റിസൾട്ട്, ആസ് എ കോൺസിക്വൻസ് എന്നുള്ള നിലക്ക്. The 3 people were Mr. and Mrs. Jones and the wife's companion Miss Clark, and it was Mrs. Jones who died. അപ്പോൾ ഈ 3 people എന്ന് പറയുന്നത് മിസ്റ്റർ ജോൺ, അതുപോലെ മിസ്സിസ് ജോണിൻ്റെ കമ്പാനിയൻ ഫ്രണ്ടായിട്ടുള്ള മിസ് ക്ലാർക്ക് ഒക്കെയാണ് ഇവർ 3 പേരെന്ന് പറയുന്നത്. അതിൽ മിസ്സിസ് ജോൺസ്, അതായത് മിസ്റ്റർ ജോണിൻ്റെ വൈഫ് മിസ്സിസ് ജോൺസ് മരിക്കുന്നുണ്ട്. ബാക്കിയുള്ള 2 പേരും, അതായത് മിസ് ക്ലാർക്കും മിസ്റ്റർ ജോണും എന്ത് ചെയ്യുന്നുണ്ട്, റിക്കവർ ആകുന്നുണ്ട്. മിസ്റ്റർ ജോൺ വാസ് എ കൊമേഴ്ഷ്യൽ ട്രാവലർ ആൻഡ് എ മെയ്ഡ് ഇൻ വൺ of his hotels saw blotting paper he had used to write letter whose decipherable phrases referred to his dependency on his wife's money, her death, and hundreds and thousands. അപ്പോൾ മിസ്റ്റർ ജോൺസ് ഒരു കൊമേഴ്ഷ്യൽ ട്രാവലറാണ്. അപ്പോൾ അയാൾ ഒരു ഹോട്ടലിൽ ഒരിക്കൽ തങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ടലിലുള്ള മെയ്ഡ് സെർവൻറ്റ് ഇയാൾ എന്ത് ചെയ്തോണു, ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ അച്ചടിക്കുന്ന ഒരു പേപ്പറുണ്ട്, അതായത് നമ്മളൊരു എഴുതി കഴിഞ്ഞാൽ താഴെ പതിയുന്ന ഒരു പേപ്പറാണ് ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ എന്തോ കുറിച്ചിട്ടുണ്ട്, ഒരു ലെറ്റർ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊരു സംശയാസ്പദമായിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മെയ്ഡ്, ഈ ഒരു സെർവൻറ്റിൻ്റെ കയ്യിൽ സെർവൻറ്റ് നോക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത് ഒരു സംശയാസ്പദമായിട്ടുള്ള ഫ്രേസസ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിസ് ജോൺസ് മരിച്ചല്ലോ, അപ്പോൾ ഒരു ഡെത്തുമായിട്ടൊരു ഡിപ്പെൻഡൻസി ഉണ്ട്, അവളുടെ പണം, അവളുടെ മണിയുമായിട്ടൊരു ഡിപ്പെൻഡൻസി ഒക്കെ ഈ ഒരു ഫ്രേസസിൽ നിന്ന് ഈ ഒരു മെയ്ഡിന് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ
ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്നുള്ള ഒരു ഫ്രേസ് കൂടെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സംശയം ഉളവാക്കുന്ന ഒന്നായിരുന്നു ഈ ഒരു സെർവൻറ്റിന്. ദ മെയ്ഡ് റീഡ് ഓഫ് ദി ഡെത്ത് ഇൻ എ പേപ്പർ ആൻഡ് നോയിങ് റിലേറ്റീവ്സ് ഇൻ ദ സെയിം വില്ലേജ് ആസ് ജോൺസ് റോട്ട് ടു ദെം. അപ്പോൾ മെയ്ഡ് പിന്നീട് ഈ ഒരു സെർവൻറ്റ് പിന്നീട് ഈ ഒരു മിസ്സിസ് ജോൺസ് മരിച്ചതായിട്ട് ന്യൂസിലൊക്കെ കാണാനിടയായി. പിന്നീട് അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ ഒരു മിസ്റ്റർ ജോണിൻ്റെ ഈ ഒരു ലെക്ചറുമായിട്ട് എന്തൊക്കെയോ ഒരു സംശയാസ്പദമായിട്ടുള്ള എന്തൊക്കെയോ ഈ ഒരു മെയ്ഡിന് തോന്നി. പിന്നീട് ആ ഒരു മിസ്സിസ് ജോൺസിൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ അറിയിക്കുന്നുണ്ട് ഈ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. This started a chain of gossip which led to exhumation of the body and the discovery that Mrs. Jones was poisoned by arsenic. അപ്പോൾ ഇതൊരു ഗോസിപ്പിനിടയാക്കി എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു മിസ്സിസ് ജോൺസിൻ്റെ ഈ ഒരു മരണം ഒരു ഗോസിപ്പിനുള്ള ഇടയാക്കി. അങ്ങനെ മിസ് ജോൺസിൻ്റെ ശവക്കല്ലറയിൽ നിന്ന് അവളുടെ ബോഡിയൊക്കെ എടുത്ത് പിന്നീട് ഒരു ക്ലോസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ അവൾ മരണപ്പെട്ടത് അവളുടെ പോയ്സൺഡ് ആയിട്ടുള്ളത് ഒരു ആർസനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലി കെമിക്കലായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നാണ്. അതൊരിക്കലും അൺഎക്സ്പെക്റ്റഡ്ലി വന്നതല്ല, അത് മനഃപൂർവ്വം ഈ ഒരു ആർസനിക് അവൾക്ക് നൽകിയതാണെന്ന് പിന്നീട് കണ്ടെത്തി. There was further gossip linking Mr. Jones to the doctor's daughter, but there was nothing substantive there. അപ്പോൾ അവിടെ പിന്നീട് ഒരു ഗോസിപ്പ് ലിങ്ക് ചെയ്യാൻ തുടങ്ങി. അതായത് മിസ്റ്റർ ജോൺസും അവരെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടറുടെ മകളുമായിട്ട് എന്തോ ഒരു ലിങ്ക് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്, ഒരു അഫെയർ ഉണ്ട് എന്നുള്ള രീതിയിലൊരു ഗോസിപ്പ് പരക്കാൻ തുടങ്ങി. പക്ഷെ അതിനൊന്നും വാസ്തവം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. The Jones maid Gladys cheerfully confirmed that all three people had been served the same meal of tinned lobster, bread and cheese and trifle. അപ്പോൾ ജോൺസിൻ്റെ മെയ്ഡ് ഗ്ലാഡീസ് അവൾ വളരെ സങ്കടത്തോടെ ചിയർഫുള്ളി അവൾ കൺഫേം ചെയ്യുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട്. അതായത് 3 പേരും ഒരേ മീലാണ് കഴിച്ചിരുന്നത്. അതിൽ വരുന്നതാണ് ടിൻഡ് ലോബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ചെമ്മീനാണ്. അതുപോലെ ബ്രെഡ്, ചീസ്, ട്രിഫിൾ എന്ന് പറഞ്ഞാൽ ഒരു തരം സ്വീറ്റാണ്. ഇതും ഈ ഭക്ഷണങ്ങളാണ് അവർ കഴിച്ചിരുന്നത്. പക്ഷെ എല്ലാവരും ഒരുപോലെയാണ് കഴിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിക്കേണ്ടതല്ലേ, പോയ്സൺഡ് ആവേണ്ടതല്ലേ, അപ്പം ഫുഡിലുള്ളതല്ല എന്നുള്ള രീതിയിലാണ് മെയ്ഡായിട്ടുള്ള ഗ്ലാഡീസ് പറഞ്ഞത്. ഷി ഹാഡ് ഓൾസോ prepared a bowl of cornflour for Mrs. Jones to claim her stomach, but Miss Clark had drunk this. പിന്നീട് ഈ ഒരു മെയ്ഡ് ഗ്ലാഡിസ് പിന്നീട് പറയാണ്, ഞാൻ മിസ്സിസ് ജോൺസിന് ഒരു പ്രത്യേക തരം ഒരു കോൺഫ്ലവർ, ഒരു ബൗളിൽ കോൺഫ്ലവർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നു. അവൾക്ക് എന്തോ സ്റ്റൊമക്കിന് വയറിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട്. പക്ഷേ അത് മിസ് ക്ലാർക്കും അത് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജോൺസ് ഓൾസോ ഹാഡ് എ പ്ലോസിബിൾ റീസൺ ബിഹൈൻഡ് ദ ലെറ്റർ വിച്ച് വാസ് ബ്ലോട്ടഡ് ഇൻ ദ ഹോട്ടൽ റൂം. അപ്പോൾ ജോൺസ് ഈ ഒരു ലെറ്റർ എഴുതുന്നതിന് പിറകിൽ ഒരു റീസൺ, ഒരു കാരണം ഉണ്ട് ആ ഒരു ഹോട്ടലിൽ ആ ഒരു ലെറ്റർ എഴുതുന്നതിന്, ആ ഒരു ബ്ലോട്ടഡ് പേപ്പറിൽ. ദ പീപ്പിൾ ഇൻ ദ റൂം സ്പീക്ക് ഓഫ് ദെയർ വേരിയസ് തിയറീസ് ആസ് ടു ഹൂ ദ മർഡർ ഈസ്, ബട്ട് നെഗ്ലക്ട് ടു ആസ്ക് മിസ് മാപ്പിൾ അൻറ്റിൽ സർ ഹെൻറി പൊളൈറ്റ്ലി പോയിൻറ്റ്സ് ഔട്ട് ടു ഒമീഷൻ. അപ്പോൾ ആ ഒരു റൂമിലില്ല, അതായത് മിസ് മാർപ്പിളിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അവരുടെ പ്രൊഫഷൻ വളരെ ഈ ഒരു ക്രൈം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണെന്ന്. അപ്പോൾ അവരുടെ തിയറീസൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഈ ഒരു മേർഡർ സോൾവ് ചെയ്യാൻ, ഈ ഒരു മർഡർ എങ്ങനെ നടന്നു, ആരാണ് അതിന് ഈ ഒരു കൊലപാതകം ചെയ്തത് എന്ന് സോൾവ് ചെയ്യാൻ അവരൊക്കെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ മിസ് മാർപ്പിളിനെ അവരെ നെഗ്ലക്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സർ ഹെൻറി പൊളൈറ്റ്ലി മിസ് മാർപ്പിളിനെ ഒഴിവാക്കിയതിൽ സർ ഹെൻറി പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. മിസ് മാർപ്പിൾ ട്വിറ്റേഴ്സ് ഓൺ അബൌട്ട് എ സിമിലർ കേസ് ഇൻവോൾവിങ് എ ലോക്കൽ ഫാമിലി. അതുപോലെ ഈ മിസ് മാർപ്പിൾ ഇതുപോലെ ഒരു കേസ്, ഒരു ലോക്കൽ ഫാമിലിയിൽ നടന്ന ഒരു കേസ് വളരെ ക്ലെവറായിട്ട് സോൾവ് ചെയ്തതായിരുന്നു. ദ ലെറ്റർ ഇൻ ദ ഹോട്ടൽ റൂം വാസ് ടു ഗ്ലാഡീസ് ആൻഡ് ദ റെഫറൻസ് ടു ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് വാസ് ടു സ്മോൾ സ്വീറ്റ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ട്രിഫിൽ എ ഡിസേർട്ട്. അപ്പോൾ ഈ ഒരു ലെറ്റർ
ഹോട്ടൽ അപ്പോൾ പിന്നീട് മിസ് മാർപ്പിൾ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മിസ് മാർപ്പിൾ കണ്ടെത്തിയത് ഇങ്ങനെയാണ്, ആ ഒരു ഹോട്ടൽ റൂമിലുള്ള ലെറ്റർ എന്ന് പറയുന്നത് അത് ഗ്ലാഡീസിൻ്റെ ആണ്. അതിൽ എഴുതിയിരിക്കുന്ന ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു ട്രിഫിൾ ഒരു സ്മോൾ സ്വീറ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ലെയേർഡായിട്ടുള്ള ഒരു ഡിസേർട്ട് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇവർ ഈ ഒരു പോയ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. They contained arsenic which Miss Clark had not eaten due to her diet, and Mr. Jones probably avoided eating the poison portion. അപ്പോൾ ആ ഒരു ഡിസേർട്ടിൽ എന്ത് ചെയ്തിരുന്നു, ആർസനിക് ആ ഒരു പോയ്സൺ ചേർത്തിരുന്നു. മിസ് ക്ലാർക്ക് ഈ ഒരു ഡിസേർട്ടൊന്നും കഴിക്കില്ല, കാരണം എന്താ വെച്ചാൽ അവൾ ഡയറ്റിലാണ്. അതുപോലെ മിസ്റ്റർ ജോൺസും ഇത് അവോയ്ഡ് ചെയ്തിരുന്നു, ആ ഒരു പോയ്സൺ ചെയ്ത പോർഷൻ. സർ ഹെൻറി കൺഫേം മിസ് മാർപ്പിൾ ഈസ് കറക്റ്റ്. അങ്ങനെ ഹെൻറി പിന്നീട് കൺഫേം ചെയ്യുന്നുണ്ട് മിസ് മാർപ്പിൾ പറഞ്ഞതാണ് ശരിയെന്ന്. മിസ് മാർപ്പിളാണ് ഇത് കണ്ടെത്തിയത്. മിസ്റ്റർ ജോൺസ് ഹാഡ് ഗോട്ട് ഗ്ലാഡീസ് പ്രഗ്നൻറ്റ് ആൻഡ് യൂസ്ഡ് എ പ്രോമിസ് ഓഫ് മാരേജ് ആഫ്റ്റർ ഹിസ് വൈഫ്സ് ഡെത്ത് ടു ഇൻഡ്യൂസ് ദ ഗേൾ ടു കമ്മിറ്റ് മർഡർ. അപ്പോൾ മിസ്റ്റർ ജോൺസും ഗ്ലാഡിയുമായിട്ട് അഫെയറിലുണ്ടായിരുന്നു. പിന്നീടാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ മിസ്റ്റർ ജോൺസ് ഗ്ലാഡിക്ക് പ്രോമിസ് ചെയ്തിരുന്നു തൻ്റെ വൈഫിൻ്റെ മരണശേഷം ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്നുള്ളത്. അതാണ് ഈ ഒരു മർഡറിലേക്ക് നയിച്ചത്. ഹാവിങ് ലോസ്റ്റ് ഹെർ ബേബി ആഫ്റ്റർ ബർത്ത് ഗ്ലാഡീസ് കൺഫസ് ഇൻ ഡൈയിങ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൺഫസ് ചെയ്യുന്നത് ഗ്ലാഡിയുടെ ആ ഒരു പ്രഗ്നൻസി അവൾ ഡെലിവറി ചെയ്ത സമയത്ത് ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ അവൾ ഒരു ഡെത്ത് കണ്ടീഷനിലായിരുന്നു, ഒരു ഡൈയിങ് കണ്ടീഷനിലായിരുന്നു, ഒരു മരണക്കിടക്കയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത്